അപ്പൊ സത്യം പറഞ്ഞ കൊച്ചിന് ആരുമില്ല ഇപ്പോ അല്ലേ? സാർ, ഞാൻ പറഞ്ഞല്ലോ എന്റെ കഥ. എന്റെ വീട്ടിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം. അതിന് കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. എല്ലാം സാറ് പറയുന്നത് പോലെ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഈ കൊച്ച് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല എന്റെ വീട്ടിൽ. അവിടെ അവൾക്ക് രാജകുമാരിയെ പോലെ വാഴാം. ഇഷ്ടം പോലെ സ്വത്ത് എല്ലാം എനിക്കുണ്ട്. പക്ഷേ ഒരു കുഞ്ഞിനെ മാത്രം എനിക്ക് ദൈവം തന്നില്ല. അതിനെനിക്ക് ദൈവമായിട്ട് കാണിച്ചു തന്നതാവും ഈ കൊച്ചിനെ. ഇനി മോള് കരയരുത്. മോളുടെ കണ്ണു നിറയാൻ ഞാനിനി സമ്മതിക്കത്തേയില്ല. എന്റെ മോൾക്ക് അവിടെ ഒരു കുറവും ഉണ്ടാകത്തില്ല. ചന്ദ്ര, അങ്ങോട്ടും നോക്കിക്കേ. അവിടെ അതോ ഒരു പെൺകുട്ടി. എവിടെ എവിടെ? അത് ആ നിൽക്കുന്നവരുടെ മക്കൾ ആരെങ്കിലും ആവും. അല്ല, അതെന്റെ മുത്ത് തന്നെയാ. എനിക്ക് കണ്ടു തോന്നുന്നുണ്ട് അതെന്റെ മുത്ത് തന്നെയാ. സാർ, പെട്ടെന്ന് പോകണം. അവരെങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എന്റെ മുത്തിനെ അവർ തട്ടിക്കൊണ്ടുപോവുകയാണ്. ഏയ്, അവരുടെ കൂടെ ഒരു പോലീസുകാരനുണ്ടല്ലോ. കുട്ടി എവിടെയുള്ളതാണെന്ന് അവർ അന്വേഷിക്കുന്നതാവും. സാർ, പെട്ടെന്ന് വാ സാർ. ഞാൻ ഓടിപ്പോയി നോക്കട്ടെ എന്റെ മുത്തിനെ. മുത്തേ, അച്ഛന്റെ മുത്തേ, അവിടെ നിക്കടാ. മുത്തേ, അച്ഛന്റെ മോള് വാ. ഹാവോ, എവിടെയെല്ലാം അന്വേഷിച്ചു. ഒടുവിൽ കണ്ടെത്തിയല്ലോ. ഭാഗ്യം. അച്ഛന്റെ മോള് എന്തിനാ മോളെ അച്ഛനെ വിട്ടു പോകുന്നത്? അച്ഛൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്നറിയോ? എന്റെ മുത്തേ, നീ എവിടെയായിരുന്നു മുത്തേ? നീ എന്തിനാടാ ഈ അച്ഛനെ ഇട്ട് പോകുന്നത്? മുത്തേ, നിന്നെ ചെറിയമ്മ ഇറക്കി വിട്ടാലും നിനക്ക് ഞാനില്ലടാ. നീ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? ഇനി മുത്ത്
എന്ന് പറഞ്ഞ പിന്നെ നിന്റെ ഡാഡി പിന്നെ വേറെ ഒന്നും ചിന്തിക്കത്തില്ല. മമ്മി, അവൾക്ക് നമ്മളോട് ദേഷ്യമുണ്ടാവോ? ദേഷ്യമൊക്കെ ഉണ്ടാകും മോളെ, പക്ഷേ നമ്മൾ നന്നായി കരഞ്ഞ് അഭിനയിച്ചേക്കണേ. ആ കാര്യം ഞങ്ങൾ ഏറ്റു ആന്റി. എന്നാ തുടങ്ങിക്കോ, എല്ലാവരും കരച്ചില്. കണ്ണുനീര് ധാരധാരയായി വന്നോട്ടെ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അലിയത്തില്ല. ആന്റി, ഞങ്ങൾ കരയുന്നൊക്കെയുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്കിൾ ഇനി നമ്മളെ ഈ വീട്ടിൽ കയറ്റുമെന്ന്. ഇന്നലത്തെ അങ്കിളിന്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് ഏതാണ്ട് ഉറപ്പായതാ. അതൊന്നും കുഴപ്പമില്ല മക്കളെ, മുത്തിനെ കാണാത്ത വിഷമത്തിന് അങ്ങനെ ദേഷ്യപ്പെട്ടതാ. മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ. എങ്ങനെയായാലും വേണ്ടുന്നില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ തന്നെ കയറി പറ്റണം. നിങ്ങൾ ഇനിയും ഇവിടെ നിന്ന് പോയില്ലേ? ഇങ്ങേരുടെ ദേഷ്യത്തിന് ഇപ്പോഴും ഒരു കുറവുമില്ല. ഇനിയിപ്പോ പുറത്ത് തന്നെ ആവുമോ ഞങ്ങളെല്ലാവരും? എന്തായാലും നല്ലപോലെ ഒന്ന് കരഞ്ഞ് അഭിനയിച്ചേക്കാം. വർഷേ, നിന്നോടാണ് ചോദിച്ചത്. നിങ്ങൾ ഇനിയും ഈ വീട്ടിൽ നിന്ന് പോയില്ലേ? ഏട്ടാ, ഞാൻ എവിടെ പോവാനാ ഏട്ടാ? ഞാൻ ഏത് വീട്ടിൽ പോവാനാ? ഇതന്നെയല്ലേ എന്റെ വീട്, ഏട്ടന്റെ വീട് തന്നെയല്ലേ എന്റെയും. എന്നാ നീ കേട്ടോ, ഈ വീട് എന്റേതല്ല, എന്റെ മകൾ മുത്തിൻ്റെതാ. അവളെ പറ്റാത്ത ആരും തന്നെ ഈ വീട്ടിലും വേണ്ട. മാണിക്കുട്ടി, പണി പാളിയെന്നാ തോന്നുന്നത്. ഇത് ആ മുത്തിന്റെ വീടാണെന്നാ നിന്റെ ഡാഡി പറയുന്നത്. ഇനിയിപ്പോ ഈ വീടെങ്ങാനും അവരുടെ പേരിലേക്ക് എഴുതി കൊടുത്തോ? ഡാഡി അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഡാഡിക്ക് മുത്തിനോട് മാത്രം സ്നേഹം, എന്നോട് ഒരു തരി സ്നേഹം പോലുമില്ല. അത് ചിലപ്പോ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാവൂടി. ഗണ്ടു, വേണ്ട കേട്ടോ. നീ എന്റെ ഭാഗ, അത് മുത്തിന്റെ ഭാഗോ? അത് പിന്നെ ഞാൻ നിന്റെ ഭാഗം തന്നെയാ, പക്ഷെ ഞാനൊരു ജോക്ക് പറഞ്ഞതല്ലേ. ഓ, ഓളുടെ ഒരു ജോക്ക്. ഇവിടെ മനുഷ്യൻ പേടിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാ ഓളുടെ ഒരു ജോക്ക്. വർഷേ, എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയേക്കണം. മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേ, പെട്ടെന്ന് പെട്ടെന്ന്. എനിക്ക് വയറ് കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പോ, അവളുടെ കാല് പിടിച്ച് കരഞ്ഞുക്ക്. നന്നായി ഉച്ചത്തിൽ കരഞ്ഞോ? എന്താ ഇനി രണ്ടെണ്ണത്തിന്റെയും ഭാവം? പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ളതെല്ലാം എടുത്ത് ഇറങ്ങിപ്പോയിക്കോ. ഇനി നിങ്ങളെ ഒറ്റ ഒരെണ്ണത്തിനെയും ഇവിടെ കണ്ടുപോകരുത്. ഡാഡി, മുത്ത് മാത്രമൊന്നല്ലല്ലോ ഡാഡിയുടെ മകള്. ഞാനും ഡാഡിയുടെ മകള് തന്നെയല്ലേ? എന്റെ മകളോ? നീയോ? ഒരക്ഷരം മിണ്ടരുത് നീ. നീ നിന്റെ മമ്മിയുടെ കൂട്ടത്തിൽ കൂടിക്കോ. അതാ നിനക്ക് ചേരുന്ന സ്വഭാവം. ഹോ, അവളെന്റെ മകളാണ് പോലും.